കോഴിക്കോട് കൊയിലാണ്ടിയിൽ മണക്കുളങ്ങര ക്ഷേത്ര ഉത്സവത്തിനിടെ ആന ഇടഞ്ഞുണ്ടായ തിക്കിലും തിരക്കിലും 3 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. 7 പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി വനം മന്ത്രി ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊയിലാണ്ടി മണക്കുളങ്ങര ദേവീക്ഷേത്രത്തിലാണ് ആന ഇടഞ്ഞ് 3 പേർ മരിച്ചത്. എനിക്ക് തൊട്ടുപിറകിൽ കാണുന്ന ഈ കെട്ടിടത്തിനാണ് ആന ഇടിക്കുന്നത്. അതായത് ഇവിടെ ആന എഴുന്നള്ളിപ്പിനായി 2 ആനകൾ നിൽക്കുന്നു. പിറകിലുണ്ടായിരുന്ന ആന മുന്നിലുണ്ടായിരുന്ന ആനയെ ആക്രമിക്കുകയായിരുന്നു. ആ ആക്രമണം നടന്നതിന് ശേഷം ആന പിന്നീട് വിരണ്ടോടുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ നിരവധി ആളുകൾ ഈ ഉത്സവം ദർശിക്കുവാൻ അല്ലെങ്കിൽ ഉത്സവം കാണുവാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. അവർക്കാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. മാത്രമല്ല, ഈ ആന പോകുന്നതിനിടയിൽ ഒരാളെ ചവിട്ടുകയും അയാൾക്ക് മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു ആഘോഷത്തിനിടയിൽ നടന്ന അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടന്നത്. നിരവധി ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രാങ്കണത്തിൽ നിരവധി ആളുകൾ ഈ അമ്പലത്തിലെ ഉത്സവം ദർശിക്കുവാനായി എത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് 500-ലധികം പേർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. അതായത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് 9-ാം തീയതി തുടങ്ങിയ ഉത്സവമാണ്. 2 ദിവസം ക്ഷേത്രത്തിന്റെ എഴുന്നള്ളിപ്പായിരുന്നു. 2 ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ദാരുണമായൊരു സംഭവം തന്നെയാണ് നടന്നത്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് നമുക്ക് നിലവിൽ ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ആളുകളോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? ആനകൾ തമ്മിലുള്ള ഒരു ആന മറ്റേ ആനയെ കുത്തിയത്, പീതാമ്പടുന്ന ആന മറ്റേ ആനയെ കുത്തിയതാണ് അപകടം ഉണ്ടാകാൻ കാരണം. ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ധാരാളം ആളുകളുള്ള സമയമാണ്. പോരാത്തത് വരവ് വന്നുകൊണ്ടിരിക്കുകയാണ്. 2 ഭാഗത്തും വരവ് വരുന്നുണ്ട്. ഇവിടെ ആനയെ എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകുന്ന സമയമാണ്. അപ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. തീർച്ചയായും ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകൾ ഈ ക്ഷേത്രാങ്കണത്തിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. ഒരു ആഘോഷത്തിന്റെ ഭാഗമായി അവസാനം ഒരു ദുരന്തത്തിലേക്ക് ഈ ക്ഷേത്രോത്സവം എത്തിപ്പെട്ടു. എന്തായാലും വലിയ ദുഃഖത്തിലാണ് ഇവിടെയുള്ള ആളുകൾ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ക്യാമറമാൻ പ്രശോഭ് കുറ്റിയിലിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.